ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രെഡ് ഉപ്പുമാവ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 5 ബ്രെഡാണ്. അപ്പം ഈ 5 ബ്രെഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 5 ബ്രെഡും ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞൊന്നും പോവാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം ടോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 ചെറിയ സവോളയാണ്. അപ്പോൾ സവോള ചേർത്തതിന് ശേഷം ഒരു പച്ചമുളക് നടുവേ കീറിയതും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി നമുക്ക് നന്നായിട്ട് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അധികം പൊടികളൊന്നും നമുക്ക് ഇതിനാവശ്യമില്ല. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള പൊടികൾ എന്ന് പറയുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം പൊടികളും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിയുടെ എല്ലാം പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 1/2 സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ പീസുകൾ നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ ഗ്രേവി നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ബ്രെഡിലേക്കൊക്കെ നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മൂടി വെക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്.
അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്